കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന സമയമല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നെ വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. എന്നെ അൻപത് വിളിച്ചിട്ട് വന്നതാണ്. അതിനിടയിലാണ് അവിടെ പിടിച്ച് കഴിക്കുന്നത്. ഞാനൊരു പാട്ട് പണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനൊരു വഴി കേട്ടാൽ ഒരു പക്ഷേ കുറച്ച് പേർക്ക് അറിയാം. അതിങ്ങനെയാണ്. ഞാൻ പാട്ടുകാരനല്ല എങ്കിലും ഞാനൊന്ന് പാടി നോക്കാം. ഞാൻ നിനക്ക് താഴ് തോൽക്കട കൂട് വച്ചോളാം, എൻ്റെ റൂഹും നിന്റെ ചാരയച്ചോളാം. മഴച്ചാറും നിലവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുപാലക്കിളിയുടെ തൂവൽ പോൽ ഇളമാമ്പ് പോൽ കുളിർക്കാറ്റ് പോലെ ചാരെ വന്നോളെ. ഇങ്ങനെ എഴുതും പരിപാടികളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എന്തായാലും ഇവിടെ നല്ലൊരു കലാപരിപാടി നമ്മൾ കണ്ടു. ഞാൻ 2.5 വർഷം മരുഭൂമിയിൽ തനിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്. തുടർന്ന് ഞാനത് സൗകര്യം എന്ന് പറയുന്ന സിനിമയാക്കി. മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറുന്നത് പോലെ 2018 എൻ്റെ വീട്ടിലും അരയ്ക്കൊപ്പം വെള്ളം കയറി. ഞാനത് മാറി നിന്ന് ഷോർട്ട് ഫിലിം ആക്കി 60,000 രൂപ സമ്മാനം വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ആഗ്രഹവും ആത്മവിശ്വാസവും സ്ഥിരോത്സാഹത്തോടുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ വേദനകളൊന്നുമില്ല. അതൊക്കെ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. നമ്മുടെ ശുഭാപ്തി വിശ്വാസമാണ് നമ്മളെ നയിക്കുന്നത്. ഇവിടെ ഈ കലാപരിപാടി അവതരിപ്പിച്ച ആ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അവരുടെ പകുതി അതോടെ മാറിയിട്ടുണ്ടാവും. അടുത്ത പരിപാടികൾക്ക് അവർ ക്ഷണിച്ചിരിക്കുന്നു. ആ പരിപാടികളോടുകൂടി അവർ വളരെ ഉഷാറായിട്ട് മാറും. കാരണം അവരുടെ ആത്മവിശ്വാസം അവരെ ജയിക്കും. ആ ഒരു ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു. സ്നേഹം.